ശ്രീ വില്ലുമംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതം സർഗം 2 ശ്ലോകം 18. സാകാപി സർവജഗദാമഭിരാമസീമാ കാമായനോ ഭവതു ഗോപകിശോരമൂർത്തി യാ ശേഖരേ ശ്രുതിഗിരാം ഹൃദി യോഗഭാജാം പാദാംബുജേ ച സുലഭാ വ്രജസുന്ദരീണാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. വേദവേദ്യനും ഭക്തിഗമ്യനും ഗോപബാലസ്വരൂപനുമായ ലോകൈകസുന്ദരൻ തനിക്ക് ആഗ്രഹപൂർത്തി വരുത്തി തരേണമേ എന്നു ഭക്തകവിയായ വില്വമംഗലം പ്രാർത്ഥിക്കുന്നു. എല്ലാ ലോകങ്ങളിലെയും മനോഹരങ്ങളുടെ അതിർവരമ്പെന്നു പറയാവുന്ന ആ ഏതോ ഒരു ഗോപബാലരൂപം നമ്മുടെ ആഗ്രഹം നിറവേറ്റട്ടെ. യാതൊരു ആ രൂപം വേദവാക്യങ്ങളുടെ തിരുമുടിയിലും യോഗികളുടെ ഹൃദയത്തിലും ഗോപസുന്ദരിമാരുടെ പാതാരവിന്ദത്തിലും മാത്രമേ സുലഭമായി കണ്ടുകിട്ടുകയുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാനെ വേദമൊഴികൾ ശിരസിലേറ്റി ലാളിക്കുമ്പോൾ യോഗികൾ ഹൃദയത്തിലേറ്റി പരിചരിക്കുന്നു. എന്നാൽ ഭഗവാൻ ഗോപസ്ത്രീകളുടെ പാദദാസനായി കഴിഞ്ഞുകൂടുകയാണ്. ലോകൈക സുന്ദരനായ ഭഗവാൻ സർവവ്യാപിയാണെങ്കിലും നിന്തിരുവടിയെ കാണാൻ ആഗ്രഹിക്കുന്നവർ 3 സ്ഥലത്തെ ചെന്ന് അന്വേഷിക്കേണ്ടു. വേദവാക്കുകളുടെ ശിരസിലും, യോഗികളുടെ ഹൃദയത്തിലും, ഗോപസ്ത്രീകളുടെ പാതാരവിന്ദത്തിലും. 3ാമത്തെ സ്ഥലത്താണ് സ്ഥിരവാസം. അവിടെ ചെന്നാൽ കണ്ടുകിട്ടാതിരിക്കുകയില്ല എന്നു ഭാവം. ശിരസിൽ, ഹൃദയത്തിൽ, പാതാരവിന്ദത്തിൽ എന്ന് മുകളിൽ നിന്നു കീഴോട്ടുള്ള ക്രമവും ശ്രദ്ധേയമാണ്. ഹരേ കൃഷ്ണ.